കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവ് നടന്നിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺക്ലേവാണ്. ലോകത്തിന് മുൻപിൽ കേരളത്തിൻ്റെ മാതൃകാപരമായ ഒരു ഇടപെടൽ എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു കോൺക്ലേവാണ് കേരളം ആതിഥേയത്വം വഹിച്ചിട്ടുള്ളത്. ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ ഈ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു. ജെൻ AI കോൺക്ലേവിലേക്ക് പല താരങ്ങളും എത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമായത് ഉദയ് ശങ്കറാണ്. 15-ാം വയസ്സിൽ 15 AI ആപ്ലിക്കേഷനുകളാണ് ഈ കൊച്ചുമിടുക്കൻ സ്വന്തമായി നിർമ്മിച്ചത്. 8-ാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ടെക്നോളജിക്ക് പിന്നാലെയാണ് ഉദയ്. ഹലോ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഇതാണ് മൾട്ടി ടോക്ക് അവതാർ AI. 15-ാം വയസ്സിൽ എറണാകുളം വൈറ്റില സ്വദേശി ഉദയ് ശങ്കറിൻ്റെതാണ് ഈ AI സൃഷ്ടി. എട്ടാം ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ടെക്നോളജിയുടെ ലോകത്തിലേക്ക്. 15-ാം വയസ്സിൽ 15 ആപ്പുകൾ, അതിൽ 8 എണ്ണം AI അധിഷ്ഠിത ആപ്പുകൾ. എറണാകുളം വൈറ്റില സ്വദേശി ഉദയ് ശങ്കറാണ് ജെൻ AI കോൺക്ലേവ് സ്റ്റാർട്ടപ്പ് പ്രദർശനത്തിലെ താരം. 4-ാം ക്ലാസ് അവധിക്കാലത്ത് നീന്തൽ പഠിക്കണോ അല്ലെങ്കിൽ റോബോട്ടിക്സ് പഠിക്കണോ എന്ന് അമ്മ ചോദിച്ചു. റോബോട്ടിക്സ് മതിയെന്ന് ഉദയ്. കോവിഡ് കാലത്ത് ഓൺലൈനായി പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു. ആപ്ലിക്കേഷൻ വികസിപ്പിക്കൽ ഇഷ്ടമേഖലയായി. നമ്മളുടെ ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ ATMൽ കുറേ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ടാവില്ലേ? അവർക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ATM അല്ലെങ്കിൽ സൈനേജ് റീഡ് ചെയ്യാൻ പറ്റുക? അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു കിയോസ്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ നമ്മളുടെ ഒരേ ഭാഷയിൽ തന്നെ സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കിക്കൂടെയെന്ന്. അപ്പം അതാണ് ഈ അഡ്വൈസർ. എല്ലാത്തിനും പിന്തുണയുമായി അച്ഛൻ ഡോക്ടർ രവികുമാറും ജെൻ AI കോൺക്ലേവ് സ്റ്റാർട്ടപ്പ് പ്രദർശനത്തിൽ ഉദയ്ക്കൊപ്പമുണ്ട്. ഇപ്പോഴത്തെ തലമുറ ഒരുപാട് മുന്നിലാണെന്നും അഭിരുചി മനസ്സിലാക്കി ഇഷ്ടമേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും രവികുമാർ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അവർക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് വിടണം. നമ്മളെക്കാളൊക്കെ ഒരുപാട് സ്മാർട്ടായി കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ്. നമ്മൾ കാണാത്തോടത്തും അറിയാത്തോടത്തും ഒക്കെ സ്ഥലത്താണ് അവർ ചിന്തിക്കുന്നത്. ഉറവ് അഡ്വാൻസ്ഡ് ലേണിംഗ് സിസ്റ്റംസ് എന്ന സ്റ്റാർട്ടപ്പ് ഉദയ് ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ആപ്പ് വികസിപ്പിച്ചതിന് ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചു. കാഴ്ചയില്ലാത്തവർക്ക് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്ന ആപ്പിന്റെ സേവനം സൗജന്യമായാണ് ഉദയ് ലഭ്യമാക്കുന്നത്. തന്റെ അഭിരുചിക്കനുസരിച്ച് സ്വന്തം വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഉദയ്. സമൂഹത്തിനും ശാസ്ത്രത്തിനും ഒരുപാട് സംഭാവനകൾ ഉദയിലൂടെ സാധ്യമാകുമെന്നത് ഉറപ്പാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.